നമസ്കാരം രാംജി. നമസ്കാരം. നമ്മൾ ദശമഹാവിദ്യ പഠനം ആരംഭിക്കുകയാണ്. എന്താണ് ഈ ദശമഹാവിദ്യ? ദശമഹാവിദ്യ എന്ന് പറയുന്ന സമയത്ത് ആ പേരിൽ തന്നെ ഉണ്ട് അതെന്താണെന്നുള്ളത്. ദശം എന്ന് വെച്ചാൽ എന്താണ്? മഹാ എന്ന് പറഞ്ഞാൽ എന്താണ്? വലുത്. വലുത്. വിദ്യ എന്ന് പറഞ്ഞാലോ? പഠനം അല്ലെങ്കിൽ അറിവ്. അപ്പം 10 വലിയ അറിവുകളെ കുറിച്ചുള്ള പഠനമാണ് ദശമഹാവിദ്യ. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായത് അല്ലെങ്കിൽ സൃഷ്ടി എന്ന് പറയും. പൊതുവെ നമ്മൾ സൃഷ്ടി എന്നാണ് അതിനെ വിളിക്കുക. അതിൻ്റെ മെയിൻ്റനൻസ്, അതിനെ സ്ഥിതി എന്ന് വിളിക്കും. പിന്നെ അതിൻ്റെ ലയനം, സംഹാരം എന്നാണ് വിളിക്കെങ്കിലും അത് ലയനമാണ്. ലയനം, ഈ 3 കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. സൃഷ്ടി, സ്ഥിതി, സംഹാരം. പ്രധാനമായിട്ട് ഹിന്ദുക്കൾ ഈ ത്രിമൂർത്തികളെ അതുമായിട്ടൊക്കെ ആരോപിക്കാറുണ്ട്. എന്താണ്? ബ്രഹ്മാവ് സൃഷ്ടിയുടെയാണ്, വിഷ്ണു സ്ഥിതിയുടെയാണ്, ശിവൻ സംഹാരത്തിൻ്റെയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് കൂടാതെ 2 കൃത്യങ്ങൾ കൂടെയുണ്ട്. അതിനെ തിരോഭാവം, അനുഗ്രഹം എന്നാണ് പറയുന്നത്. തിരോഭാവം എന്ന് പറഞ്ഞാൽ കൺസീൽമെൻ്റാണ്, മറയലാണ്. മറയലിന് ശേഷം ഒരു തെളിവുണ്ട് അല്ലെങ്കിൽ തെളിഞ്ഞു വരലുണ്ട്, റെവലേഷൻ. അതിനെ അനുഗ്രഹം, ബ്ലെസ്സിങ് എന്ന് കണക്കാക്കാം. അനുഗ്രഹം എന്ന് പറയും. ഇതിനെയാണ് പഞ്ചകൃത്യങ്ങൾ എന്ന് പറയാം. അതുകൊണ്ട് ലളിതാ സഹസ്രനാമമൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ പഞ്ചകൃത്യപരായണ എന്ന് ദേവിയെ പറയുന്നത് കേൾക്കാറ്. ശിവനെക്കുറിച്ചും പഞ്ചകൃത്യപരായണൻ എന്ന് പറയാറ്. ഈ പഞ്ചകൃത്യങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ എല്ലാ രഹസ്യങ്ങൾക്കും ആധാരമായിട്ടിരിക്കുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരം എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് സൂക്ഷ്മമായ 2 കാര്യങ്ങൾ കൂടെയുണ്ട്. ഈ സൂക്ഷ്മമായ 2 കാര്യങ്ങളെ കൂടെ 5 കാര്യങ്ങളെ, അതായത് 5 കൃത്യങ്ങളെ 10 ഭാവങ്ങളിൽ ആരാധിക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് ദശമഹാവിദ്യ. ഈ 10 ഭാവങ്ങളും ദേവീ രൂപങ്ങളായിട്ടാണല്ലോ കാണുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? അവരെങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ദേവീ രൂപങ്ങളായിട്ട് കാണുന്നു എന്ന് പറയുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ വാക്കെന്താണ്? സൃഷ്ടി എന്നാണ്. എല്ലാ സൃഷ്ടിയും എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന ചോദ്യത്തിന് അമ്മയിൽ നിന്ന് എന്നാണ് ഭാരതത്തിൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ മാതാപിതാ, ഗുരു, ദൈവം എന്ന് പറയുമ്പോൾ അമ്മയാണ് ആദ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അമ്മയിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. അപ്പോൾ ആ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന അമ്മയുടെ 10 ഭാവങ്ങൾ എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സൃഷ്ടിക്ക് കാരണമായ അമ്മയുടെ 10 ഭാവങ്ങൾ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ, ലോകത്ത് ഏറ്റവും ആദ്യത്തെ മതം എന്ന് പറഞ്ഞാൽ ഒരു ആരാധനാക്രമം എന്നുള്ള അർത്ഥത്തിൽ, അഭിപ്രായം എന്നുള്ള അർത്ഥത്തിലല്ല, ആരാധനാക്രമം എന്നുള്ള അർത്ഥത്തിൽ ലോകത്തിലെ ആദ്യത്തെ മതം ഏതാണ് എന്ന ചോദ്യത്തിന് അത് ശക്തിയുടെ മതം എന്നാണ് ഉത്തരം. ലോകത്തിൽ ആദ്യമായി മനുഷ്യൻ വിളിച്ചത് അമ്മയെ എന്നാണ്. പ്രപഞ്ചമാതാവിനെയാണ് ആദ്യം വിളിച്ചത്. ഇന്നും വിളിക്കുന്ന അമ്മയെന്നാണ്. ഒരാൾ വീഴുമ്പോൾ പോലും അമ്മയെന്നാണ് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ആദ്യം സ്മരിക്കുന്നത് അമ്മയാണ്. അപ്പോൾ അമ്മയുടെ മതമാണ് ലോകത്ത് ആദ്യമായി തുടങ്ങിയത്. കാരണം അമ്മയാണ് അച്ഛൻ ആരാണ് എന്ന് പറഞ്ഞത്. നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്. അന്ന് തമാശയായിരുന്നു, ഇപ്പം അത് തമാശയാണോന്ന് അറിയില്ല. ഇന്ന് DNA ടെസ്റ്റൊക്കെ ഉള്ള കാലത്ത് ചിലപ്പോൾ അത് ആ സെയിങ്ങിന് വലിയ അർത്ഥമില്ല. അതെന്താണെന്ന് വെച്ചാൽ അമ്മയാണ് സത്യം, അച്ഛനൊരു വിശ്വാസമാണ്. കാരണം കുട്ടിയോട് ഇതാണ് നിൻ്റെ അച്ഛൻ എന്ന് അമ്മ പറയുന്നതാണ് അച്ഛൻ. നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ ആ വാക്ക് കാണുന്നുണ്ട്, ശിവജ്ഞാനപ്രദായിനി. 2 അർത്ഥത്തിൽ അതിനെടുക്കാം. ഒന്ന്, ശിവൻ ആരാണെന്ന് ബോധം ഉണ്ടാക്കി കൊടുക്കുന്ന ശക്തിയാണ്. നമുക്ക് ആരാണെന്ന് ബോധം ഉണ്ടാക്കി തരുന്ന ശക്തിയാണ്. പിന്നെയോ ശിവജ്ഞാനം, നാം ശിവനാണെന്നുള്ള ബോധം ഉണ്ടാക്കി തരുന്ന ശക്തിയാണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ ആരാണെന്ന് പറഞ്ഞു തന്നതും എനിക്ക് ഞാൻ ആരാണെന്ന് പറഞ്ഞു തരുന്നതും ഈ അമ്മയാണ്. അങ്ങനെ നോക്കുമ്പോൾ ലോകത്തെ ആദ്യത്തെ മതം എന്ന് പറയുന്നത് ശാക്തമതമാണ്. ആ ശക്തി പരാശക്തി നമ്മൾ വിളിക്കും. ആ പരാശക്തിയുടെ 10 ഭാവങ്ങളെ നമ്മൾ ദശമഹാവിദ്യാ രൂപത്തിൽ ആവിഷ്കരിക്കാം. ഒരുപക്ഷെ ലിഖിതമായിട്ടുള്ള എന്ത് കാര്യങ്ങളും, ഉദാഹരണത്തിന് മനുഷ്യൻ്റെ പ്രജ്ഞ ലിഖിത രൂപത്തിൽ ആവിഷ്കൃതമായത് ഋഗ്വേദത്തിലാണെന്ന് പറയാം. യുനെസ്കോ പോലും പറയുന്നത് ഏറ്റവും പഴയ ആധ്യാത്മിക അല്ലെങ്കിൽ സ്പിരിച്വൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത്, റിലീജിയസ് ടെക്സ്റ്റ് എങ്ങനെ പറഞ്ഞാൽ മതപരമായ ഗ്രന്ഥം എന്ന് പറയുന്നത് ഋഗ്വേദം. പക്ഷേ ഋഗ്വേദം എന്ന് നാം പറയുമ്പോഴും നമ്മൾ അതിൽ ആദ്യം സ്മരിക്കുന്ന ഒരു ദേവത അത് ഗായത്രിയാണ്. ആ ഗായത്രിയെക്കുറിച്ച് എന്താ പറയുക? വേദമാതാ ഗായത്രി, വേദത്തിൻ്റെ അമ്മയായ ഗായത്രി. അപ്പോൾ ഒരു അമ്മയിൽ നിന്നാണ് വേദം പോലും ആരംഭിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഗായത്രി എന്ന് വേദം ഉദ്ഘോഷിക്കുന്ന ആ പ്രാപഞ്ചിക മാതാവിനെ താന്ത്രികർ 10 പ്രാദുർഭാവങ്ങളിൽ ആരാധിക്കുന്ന പദ്ധതിയാണ് ദശമഹാവിദ്യ.
അത് കാളി, താര, ഭൈരവി, ഭുവനേശ്വരി, ഷോഡശി അഥവാ ത്രിപുരസുന്ദരി, പിന്നെ നമുക്ക് കാണാം ബഗലാമുഖി, ചിന്നമസ്ത, ധുമാവതി, മാതങ്കി, കമല. അങ്ങനെ 10 ഭാവങ്ങൾ. ഇതിൻ്റെ ഓർഡറിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്, ഓരോരുത്തരും ഓരോ ഓർഡറിലാണ്. ഞാൻ ഈ ഓർഡറിൽ പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം പഞ്ചകൃത്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ ക്ലാസ്സിൽ ഈ കാര്യങ്ങൾ സംസാരിക്കാറുള്ളത്. ഒരുപക്ഷെ ദശമഹാവിദ്യ ക്ലാസ്സുകൾക്ക് ഒരു ശൈവ വീക്ഷണത്തിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഓർഡറിൽ അത് പറഞ്ഞത്. ആരാധിക്കുന്നു എന്ന് പറഞ്ഞല്ലോ രാംജി, എങ്ങനെയാണ് ഈ ആരാധന? ആരാധിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരാൻ ഇടയുള്ള ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു എന്നാണ്. പ്രാർത്ഥന ഒരു ആരാധനയാണ്, സംശയമില്ല. പ്രാർത്ഥിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്രമമൊന്നും വേണ്ട. അപ്പോൾ എനിക്ക് വിഷ്ണുവിനെ പ്രാർത്ഥിക്കണം, ഞാൻ എഴുന്നേറ്റ് രാവിലെ കുളിച്ച് കുറി തൊട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ മതി. അതൊന്നും ചെയ്യണം നിർബന്ധമില്ല കേട്ടോ. അല്ലാതെയും പ്രാർത്ഥിക്കാം, കട്ടിലിരുന്നൊന്നും പ്രാർത്ഥിക്കാം, എങ്ങനെ വേണം പ്രാർത്ഥിക്കാം. എന്ന് വെച്ചാൽ അതൊരു ക്രമത്തെയും അത് ആവശ്യപ്പെടുന്നില്ല, ഡിമാൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ ആരാധന എന്ന് ഉപയോഗിച്ചത് വളരെ ടെക്നിക്കലായ ഒരു അർത്ഥത്തിലാണ്. എന്താണ് ആ ടെക്നിക്കലായത് എന്ന് വെച്ചാൽ, അതിലെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് തന്ത്രമാണ്, ദശമഹാവിദ്യ തന്ത്രം. തന്ത്രത്തിൻ്റെ ഒരർത്ഥം തന്നെ നമ്മുടെ അറിവിൻ്റെ പരിധിയെ വ്യാപ്തി കൂട്ടുന്നത് എന്നുള്ളത്. അറിവിൻ്റെ പരിധിയെ ഇല്ലാതെയാക്കുന്നത്, അല്ലെങ്കിൽ അറിവിൻ്റെ ചക്രവാള സീമയ്ക്ക് വ്യാപ്തി കൂട്ടുന്നുണ്ടോ അതാണ് തന്ത്രം എന്നാണ് തന്ത്രത്തിൻ്റെ ഒരു വ്യാഖ്യാനം. തന്ത്രത്തിന് ടെക്നിക്ക് എന്നൊരർത്ഥവും വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, ടെക്നിക്ക്. അപ്പോൾ ഇതൊരു ടെക്നിക്കാണ്. ഫിസിക്സ് ഒരു നോളജാണ്, എൻജിനീയറിംഗ് ഫിസിക്സിനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ടെക്നിക്സിൻ്റെ ഒരു കൂട്ടാണ്. ടെക്നോളജി അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായ ഫിലോസഫി, തത്വചിന്ത, ആ തത്വചിന്തയെ ടെക്നിക്സ് ആയിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നതാണ് ഒരു ആരാധനാ പദ്ധതി. ആ ടെക്നിക്സ് ഒരു ടെക്നോളജിയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പറയാം, ഏതെങ്കിലും ഒരു ഫിസിക്സിലെ തത്വത്തെ എടുത്തിട്ട് ഇപ്പോൾ ലൈറ്റിനെ കുറിച്ചുള്ള ഒരു തിയറം, ആ തിയറമായി ഇരുന്നാൽ നമുക്ക് യാതൊരു ഗുണവുമില്ല. അല്ലെങ്കിൽ ഇലക്ട്രോണിനെ കുറിച്ചോ ഫോട്ടോണിനെ കുറിച്ചോ ഉള്ള തിയറമായിരുന്ന ഒരു ഗുണമില്ല. പക്ഷേ അതൊരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോൾ, ഒരു ആപ്ലിക്കബിലിറ്റി വരുന്നു, ആ സമയത്ത് നമുക്കത് ഗുണത്തിൽ വരും. അപ്പോൾ നമുക്ക് ബൾബ് കിട്ടുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഉപകരണങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഒരു തിയറത്തെ അപ്ലൈ ചെയ്യുന്നതാണ് അതിൻ്റെ ആപ്ലിക്കബിലിറ്റി കൊണ്ടുവരുന്നത്. ഇവിടെ നോക്കുമ്പം തന്ത്രം എന്ന് പറയുന്നത് വലിയൊരു തത്വചിന്തയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ രൂപത്തിലാക്കുകയാണ്. ഇപ്പോൾ ദശമഹാവിദ്യ എന്ന് പറയുന്ന സമയത്ത് ഞാൻ കുറച്ച് ദേവതകളുടെ പേര് പറഞ്ഞു, കാളി, താര തുടങ്ങിയ ദേവതകളുടെ പേര് പറഞ്ഞു. ഇത് മഹാവിദ്യകളാണ്. ഫിലോസഫിക്കലി ഇത് അവതരിപ്പിച്ചാൽ ലോകത്ത് ഇന്ന് വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് അത് പഠിപ്പിക്കുന്നത്. വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോലും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു തിയറി എന്നുള്ളതാണ്. പക്ഷേ അതിനെങ്ങനെയാണ് ഒരു പ്രാക്ടീസ് ആക്കി കൊണ്ടുവരിക, എങ്ങനെ നമുക്കത് ഉപയോഗത്തിൽ കൊണ്ടുവരാം, അതിനൊരു ക്രമം വേണം. ആ ക്രമത്തിൽ ആദ്യം വരുന്ന ഒരു ഗുരുവാണ്. ഒരു ഗുരു വേണം, ഒരു സദ്ഗുരു ഉണ്ടാവേണ്ട അത്യാവശ്യം. ആ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ആ ദേവതയുടെ ഏത് യൂണിവേഴ്സൽ പവറിനെയാണോ നമ്മൾ ടാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ദേവതയുടെ ഒരു ബീജമന്ത്രം കരസ്ഥമാക്കണ്ടായിരുന്നു. ആ ബീജമന്ത്രം കരസ്ഥമാക്കി കഴിഞ്ഞാൽ അത് ചൊല്ലേണ്ടുന്നൊരു വിധമുണ്ട്, അതിന് ഛന്ദസ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ക്രമമായിട്ട് അനുവർത്തിച്ച് പോരുന്ന രീതിയാണ് ആരാധനാ പദ്ധതി എന്ന് പറയുന്നത്. പക്ഷെ ആരാധനാ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഫിലോസഫി, അതിൻ്റെ പശ്ചാത്തല തത്വചിന്തയെക്കുറിച്ച് അറിയേണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്, നമുക്ക് പ്രാക്ടീസ് ഉണ്ട്, റിച്വൽസ് ഉണ്ട്, പക്ഷേ തത്വചിന്തയില്ല. അക്കാഡമിക് ലോകത്ത് ഓക്സ്ഫോർഡിലും ഷിക്കാഗോയിലും ഒക്കെ തന്ത്രം ഒരു പാഠ്യവിഷയമാകുമ്പോൾ അവിടെ തിയറി ഉണ്ട്, പക്ഷെ പ്രാക്ടീസ് ഇല്ല. അപ്പോൾ തിയറവും പ്രാക്ടീസും വളരെ കൃത്യമായിട്ട് സമന്വയിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാലത്ത് നമ്മൾ അങ്ങനെയായിരുന്നു. പണ്ഡിതന്മാരെല്ലാവരും സാധകന്മാരും കൂടിയായിരുന്നു. ഇന്ന് പണ്ഡിതൻ വേറെ, സാധകൻ വേറെ. സാധകൻ പണ്ഡിതനല്ല, എല്ലാവരും അല്ല എന്നല്ല ഞാൻ പറയുന്നത്. സാധകൻ പണ്ഡിതനല്ല, പണ്ഡിതൻ സാധകനുമല്ല. ഇത് വലിയൊരു പ്രശ്നമാണ്. തന്ത്രത്തിൽ അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ടതായി. അതുകൊണ്ട് നമ്മുടെ ദശമഹാവിദ്യ ക്ലാസ്, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 4ാമത്തെ ബാച്ച് എന്തോ ആണ്, നമ്മളതിൽ പ്രാധാന്യത്തോടു കൂടെ ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ തത്വചിന്താ പരിസരം. ആ തത്വചിന്ത കാളി മുതൽ കമല വരെയുള്ള തത്വചിന്തകളെ നമ്മൾ അവതരിപ്പിച്ച് കഴിയുന്ന സമയത്ത് ആർക്കാണോ, ഏത് ദേവതയോടാണോ
സ്വാഭാവികമായി മാനസികമായ ഒരു ഇഷ്ടം വരും. അവർ തീർച്ചയായും നമ്മളോട് അന്വേഷിക്കും എങ്ങനെയാണ് ഇതിൽ പന്ഥാവിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ പാരമ്പര്യമുണ്ട് എങ്കിൽ, ആ പർട്ടിക്കുലർ ദേവതയുടെ പാരമ്പര്യമുണ്ട് എങ്കിൽ നമ്മൾ അതിൽ അവരെ ഗൈഡ് ചെയ്യാറും. ഇനി നമുക്കില്ലാത്തൊരു പാരമ്പര്യമാണ് അവർ ചോദിക്കുന്നെങ്കിൽ അത്തരം പാരമ്പര്യത്തിൽ പോകുന്ന മഹാത്മാക്കളായിട്ടുള്ള ഒരുപാട് പേര് ഭാരതത്തിലുടനീളമാണ്. ആ പന്ഥാക്കളിലേക്ക് അവരെ തിരിച്ചു വിടാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആരാധന എന്നുള്ളതുകൊണ്ട് ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു പാഠ്യക്രമമാണ്. ഇതെങ്ങനെയാണ് ഒരു സാധാരണക്കാരന് ഗുണപ്രദമാകുന്നത്? സാധാരണക്കാരൻ എന്ന വാക്കൊരു പ്രശ്നമുള്ള വാക്കാണ്. എല്ലാവരും പറയുന്നൊരു വാക്കാണ് സാധാരണക്കാരൻ. എന്നാൽ നിങ്ങൾക്കൊരു സാധാരണക്കാരനെ കാണിച്ചു തരാൻ പറ്റുമോ? ഇപ്പോൾ സ്വാതി സാധാരണക്കാരിയാണ് എന്ന് നമ്മൾ തമാശയ്ക്ക് പറയുമെങ്കിലും സ്വാതിയോട് ചോദിച്ചാൽ സ്വാതി പറയാം എന്താ, ഞാൻ സാധാരണക്കാരിയല്ല എന്നല്ലേ. ആരാണ് സാധാരണക്കാരുള്ളത്? ആരും സാധാരണക്കാരല്ല. എല്ലാവരും അസാധാരണരായ മനുഷ്യന്മാരാണ്. അപ്പോൾ സാധാരണക്കാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സത്യത്തിൽ ആളുകളെ കുറച്ച് കാണാൻ ചെയ്യുന്നത്. അപ്പോൾ സാധാരണക്കാരില്ല, എല്ലാവരും അസാധാരണക്കാരാണ്. അവർക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള അറിവുകളുണ്ട്, പല വിഷയങ്ങളിലായിട്ടുണ്ട്. പിന്നെ ഇതിൽ ചോദിച്ചതിലൊരു വിഷയം, ഇത് വളരെ ക്ലിഷ്ടമായ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ളൊരു ഭാഷയിലാണോ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ടഫായിട്ടുള്ള ഭാഷയിലല്ല സംസാരിക്കുന്നത്. മനസ്സിലാക്കിയെടുക്കാൻ ആളുകൾക്ക് സാധിക്കുന്ന ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാ ക്ലാസ്സിലും അനുവർത്തിച്ച് വരുന്ന ഒരു പോളിസി. അതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തന്ത്രം പോലുള്ള കഠിനങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ആളുകളിൽ നിന്ന് ഒരുപക്ഷെ അകന്നു പോകാൻ കാരണം അതിൻ്റെ അകത്തുള്ള ജാർഗൺസ് എന്ന് പറയുന്ന കാര്യം. ജാർഗൺസ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള വാക്കുകൾ, ടെക്നിക്കൽ വാക്കുകൾ, ചില ശബ്ദങ്ങൾ നമുക്ക് മനസ്സിലാവാതെ വരും. അതുകൊണ്ടൊക്കെയാണ് അകന്നു പോയത്. അത് തീർച്ചയായിട്ടും മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ മിഷൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെ അത് എല്ലാവർക്കിലേക്കും എത്തുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ അത് സാധാരണക്കാരന് വളരെയധികം ഗുണപരമാണ്. പക്ഷേ സാധാരണക്കാരെന്നുള്ള പ്രയോഗത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ആരും സാധാരണക്കാരല്ല, എല്ലാവരും അസാധാരണരായിട്ടുള്ള മനുഷ്യരാണ്. ഒരാളെയും നമ്മൾ സാധാരണ ഒരാളായിട്ട് കാണാറില്ല. അതുകൊണ്ട് ഒരു സാധാരണക്കാരൻ എന്ന് നാം ഉദ്ദേശിക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മളിത് ചെയ്യാറ്. പരാശക്തിയുടെ ഭിന്നങ്ങളായ 10 ഭാവങ്ങളെ അടുത്തറിയുവാനും എങ്ങനെ ആരാധിക്കണമെന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു അപൂർവ അവസരമാണിത്. നിങ്ങൾക്കിത് പ്രയോജനപ്പെടട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിക്കുന്നു. നമസ്കാരം.